जातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ വീണ്ടും ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് സ്വാഗതം. അതിൽ നമ്മൾ നിഷ്കാമ കർമ്മ യോഗിയുടെ നിർവചനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 24-ാമത്തെ ശ്ലോകം കൂടി ആകുമ്പം ഒരു നിഷ്കാമ കർമ്മയോഗി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ഭഗവാന്റെ വിവരണവും തുടർന്ന് പ്രഭുപാദരുടെ ആവർത്തനവും അവസാനിക്കും. അതോടുകൂടി നമ്മൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 25 മുതൽ 42 ശ്ലോകങ്ങൾ വരെ സാക്രിഫൈസിനെ കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചുമാണ്. ഇന്ന് മറ്റൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് നമുക്ക് കടന്നുപോയിരിക്കുന്നത്, രാധാഷ്ടമി. രാധാഷ്ടമി ആരാ? രാധാറാണി ആരാ? രാധാറാണി ആരാ? എന്തോ എങ്ങനെ എന്തോ പറഞ്ഞല്ലോ. രാധാറാണി ആരാ? എല്ലാരും മ്യൂട്ടാണ്. ഞാൻ വെറുതെ ചോദിച്ചൊന്നുമില്ല രാധാറാണി ആരാണെന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെ. ഭഗവാന് ഒരു നിമിഷം പോലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ്. പ്രേമത്തിന്റെ പര്യായമാണ്, സ്നേഹത്തിന്റെ പര്യായമാണ്. ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിയാണ്, ആന്തരിക ശക്തിയാണ്. ഭഗവാന് രാധാറാണി ഇല്ലാതെ ഭഗവാൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനല്ല സ്ഥാനം. പോയവർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആർക്കാ സ്ഥാനം? വൃന്ദാവനത്തിൽ ആർക്കാ സ്ഥാനം? രാധാറാണിക്ക്. നമ്മളെല്ലാം ലോകം മുഴുവൻ പുരുഷോത്തമൻ, പരംപുരുഷൻ, പരം ശ്രേഷ്ഠൻ എന്ന് ഭഗവാനെ കുറിച്ച് പറയുമ്പം വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം രാധാറാണിയാണ്. പരിപൂർണതമനായ ഭഗവാൻ, എല്ലാത്തിന്റെയും ഉറവിടം. അഹം സർവസ്യ പ്രഭോ മത്തക സർവം പ്രവർത്തതേ ഇതിമത്വ ഭജന്തേ മാം ബുധാഭാവ സമന്വിതഃ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണെന്ന് പറയുമ്പോൾ വൃന്ദാവനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭഗവാന് 2ാം സ്ഥാനമേ ഉണ്ട്. ആദ്യ സ്ഥാനം രാധാറാണിക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? മലയാളി അല്ലാത്തത് കൊണ്ടായിരിക്കാം, ഇല്ലേ? മലയാളികൾ രാധാറാണിയെ വേറൊരു രീതിയിലാണ് കാണുന്നത്. ഭക്തിയുടെ തലത്തിലാണെങ്കിൽ പോലും അത് വേറൊരു രീതിയിലാണ് കാണുന്നത്. മലയാളക്കര വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഭക്തി പരിപൂർണമായി നമുക്ക് കാണാനും പറ്റും.
അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കൃഷ്ണവലരാൻ ക്ഷേത്രം എന്ന് സ്ഥാപിച്ചത്. ഒരുപക്ഷെ രാധാ കൃഷ്ണ ക്ഷേത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആരും കയറി വരത്തില്ല. തമാശ പറഞ്ഞില്ല. അപ്പം കൃഷ്ണബലരാമൻ അവിടെ മുൻതൂക്കം കൊടുത്തു. ഓക്കെ, നമ്മൾ ഇന്ന് വിളിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നമുക്ക് കിട്ടിയത് രാധാറാണിയെ കൊണ്ടാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കിട്ടിയത്. ഈ വൃന്ദാവനം എങ്ങനെ വന്നു? ഭൂമിദേവി ഭഗവാന്റെ അടുത്ത് പോയി അഭ്യർത്ഥിച്ചപ്പോൾ ഭൂമിയിലേക്ക് വരണമെന്ന് പറയുമ്പം ഭഗവാൻ അത് സമ്മതിച്ചു. രാധാറാണി ഭൂമിദേവി പോയ ഉടനെ കൃഷ്ണന്റെ കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ അടുത്ത് ചോദിക്കാതെ എങ്ങനെ സമ്മതിക്കാൻ പറ്റും? എൻ്റെ അനുവാദം എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല? എന്തും എൻ്റെ കൂടെ പറയാറുള്ളതല്ലേ, എൻ്റെ കൂടെ ചോദിച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം അങ്ങനെ അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തു? ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാധാറാണിയും കൂടെ പോന്നോളൂ. എനിക്കങ്ങനെ വരാൻ പറ്റും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃന്ദാവനത്തെ എനിക്ക് എങ്ങനെ കളയാൻ പറ്റും? ഭഗവാൻ പറഞ്ഞു, വൃന്ദാവനത്തെ നമുക്ക് ഇല്ല, വൃന്ദാവനം മാത്രം പോരാ, യമുനയും പുളിഞ്ചങ്ങളും എല്ലാം എനിക്ക് വേണം. അങ്ങനെ രാധാറാണിയെ കൊണ്ടാണ് ഈ ഭൂമിയിൽ ഗോലോക വൃന്ദാവനത്തിലെ അതേ വൃന്ദാവനം ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചത്. രാധാറാണിയെ കൊണ്ടാണ് യമുനയും പുളിഞ്ചങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഷഡ്ഗോസ്വാമിമാരെ കിട്ടിയത്. ആ വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടിയത്. ആ വൃന്ദാവനം ഉണ്ടായത് കൊണ്ടാണ് ശീലപ്രഭുപാദരെ കിട്ടിയത്, ശീലപ്രഭുപാദരുടെ ശിഷ്യന്മാരെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ അല്ല ഒന്നാം സ്ഥാനം, രാധാറാണിക്കാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞത്. ആ രാധാറാണിയുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുടെ ആ കാതലിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ രാധാറാണിയുടെ അനുകമ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഹരേ ആരാധിക, ആരാധിക എന്നർത്ഥം വരുന്ന ഹരേ എന്ന് സൂചിപ്പിച്ചത്. കൃഷ്ണനെ നമ്മൾ കൃഷ്ണനും വെണ്ണക്കള്ളനും എന്നൊക്കെ പറയുമ്പം രാധാറാണിയെ ഒരു തരത്തിലും പേര് പോലും വിളിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് വ്യാസമഹർഷി ഭാഗവത്തില് രാധാറാണിയുടെ പേര് കൊടുക്കാഞ്ഞത്. അവിടെ കൊടുത്തത് ഭാഗവത്തില് ആരാധിക എന്ന് മാത്രമേ കൊടുത്തു. ആരാധിക, എല്ലാവരാലും ആരാധിക്കപ്പെടേണ്ടത്. അത്രയും ശ്രേഷ്ഠമായ വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല രാധാറാണി. നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാനോടുള്ള ഭക്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാനിൽ നിന്നുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് രാധാറാണിയെ നമുക്ക് പ്രണമിക്കാം ഒരിക്കൽ കൂടി. വാഞ്ചാകൽപതരൂ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അവസാനം രാധാറാണിയുടെ 16 നാമങ്ങളും നമുക്ക് ചെല്ലാം. രാധാറാണി നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം എനിക്ക് തോന്നുന്നത് നമ്മൾ 20 ശ്ലോകം വരെ നമ്മൾ എടുത്തു. 20 എനിക്കൊന്ന് ഹോംവർക്ക് ആണെന്ന് പറയുകയും ചെയ്തു. ഇനി 21, 22, 23 ശ്ലോകത്തിലോട്ട് നമുക്ക് പോകാൻ നോക്കാം. 24 കൂടെ കഴിയുമ്പോൾ ഒരു നിഷ്കാമയോഗി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമി നിഷ്കാമയോഗിയായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞു നോക്കാം. ഹരേ കൃഷ്ണ. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് തിക്വ കർമ്മഫലാസംഗം നിത്യ തൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോ അഭി നൈവ കിഞ്ചിത് കരോതി സഹ. തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായിരിക്കുന്ന ഭക്തൻ
എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര ഭക്തിയുത സേവനം ചെയ്യുമ്പോഴും ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആസക്തി, ഒരു സ്വാർത്ഥത വരുമ്പോഴാണ് അവിടെ സുശീം പ്രഭു ആ പോസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ലീക്കട്ട് ബക്കറ്റ് വരുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം, 2-3 പ്രാവശ്യം അത് വായിച്ചു നോക്കി, ഞാൻ എങ്ങനെയാണുള്ളത്. അപ്പൊ നോക്കുമ്പം ഒന്നിനു പോലും എനിക്ക് ലീക്ക്ലെസ് ബക്കറ്റ് ഒന്ന് ടിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു. തമാശ പറഞ്ഞല്ല, എന്നോട് തന്നെയുള്ള ചോദ്യങ്ങളാണ്. ലീക്കട്ട് ബക്കറ്റ് ആകാതിരിക്കുക. ഞാൻ 100 പ്രാവശ്യം എപ്പോഴെപ്പോഴും പറയുന്നത് എൻ്റെ മനസ്സിനെയും കൂടെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഹരേ കൃഷ്ണ. അപ്പം നേരത്തെ നമ്മൾ എപ്പോഴും പറയും, അസൂയാരഹിതമായ ഭക്തിയുത സേവനമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എത്തുമ്പോൾ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഭഗവാനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 21-ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ പോവുകയാണ്. നിരാശീർ യഥ ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം. സ്വാഗതം. ശില്പമാതാജി ഹരേ കൃഷ്ണ, ഭാസ്കരൻ പ്രഭു ഹരേ കൃഷ്ണ, ജയപ്രകാശ് പ്രഭു, അമൃതമാതാജി ഹരേ കൃഷ്ണ, കീർത്തന ജിത്തു ഹരേ കൃഷ്ണ. അവരെല്ലാം പരീക്ഷയിലാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. സുശീം പ്രഭു ഹരേ കൃഷ്ണ, അനുരാധ മാതാജി ഹരേ കൃഷ്ണ, ഹരി പാർവതി ഹരേ കൃഷ്ണ, സിമ്മി ഹരേ കൃഷ്ണ. ചേട്ടൻ വന്നോ? നാട്ടിലാണോ? മ്യൂട്ടാ. കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല, വോളിയം ഇല്ല. വിപിൻ പ്രഭു ഹരേ കൃഷ്ണ, മാതാജി ഹരേ കൃഷ്ണ, വിസ്മയ സെപ്പറേറ്റ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമ്മയുടെ സൗണ്ട് ഇല്ല കേട്ടോ. രാജീവ് പ്രഭു എത്തി ഹരേ കൃഷ്ണ, ശുഭമാതാജി ഹരേ കൃഷ്ണ, നന്നു ഹരേ കൃഷ്ണ, നന്ദന ഹരേ കൃഷ്ണ, അഭിരാമി ഭദ്ര ഹരേ കൃഷ്ണ, സൂര്യമാതാജി ഹരേ കൃഷ്ണ, രാജ്മോഹൻ പ്രഭു ഹരേ കൃഷ്ണ. ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യമാതാജിയുടെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നമുക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ 21-ാമത്തെ ശ്ലോകം തുടങ്ങാം. നിരാശീർ യഥ ചിത്താത്മാ, നിരാശീർ യഥ ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹഃ, ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ, ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം, കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീർ യഥ ചിത്താത്മാ, നിരാശീർ യഥ ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹഃ, ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ, ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കൽബിഷം, കുർവന്നാപ്നോതി കിൽബിഷം. ക്ഷമിക്കണം, കിൽബിഷം. കുർവന്നാപ്നോതി കിൽബിഷം. ശബ്ദാർത്ഥം വൈഹി ശ്രീ പ്രഭുപാദ കി ജയ്. നിരാശിഹി നിഷ്കാമനായി, യഥചിത്താത്മാ മനോബുദ്ധികളെ അടക്കിയവനായി, തെക്ത സർവ പരിഗ്രഹ സകല ഉടമാവകാശ ബോധവും ത്യജിച്ചവനായി, ശാരീരം കേവലം ആത്മാവിനെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മത്തെ കുറുവൻ അനുഷ്ഠിക്കുന്നതോടെ കിൽബിഷം പാപഫലങ്ങളെ ന ആപ്നോതി ഒരാൾ പ്രാപിക്കുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദ കി ജയ്. മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശബോധം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല.
നിരാശീർയത ചിത്താത്മാ നിരാശീര്യത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹഃ ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. കുർവന്നാപ്നോതി കിൽബിഷം. ജയപ്രകാശ് പ്രഭു. നിരാശീര്യത ചിത്താത്മാ ത്യക്താ സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീർയത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശില്പമാതാജി. ഹരേ കൃഷ്ണ. നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഭാസ്കരൻ പ്രഭു. നിരാശീർയത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് ഒരു 2 പ്രാവശ്യം കൂടെ വായിക്കാം. 1 2 3 4 സ്റ്റാർ. നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കൽബിഷം. മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശ ബോധം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. ഭാവാർത്ഥം ബിപിൻ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധമുള്ളവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അത് പ്രതീക്ഷിക്കുകയില്ല. അവന്റെ മനസ്സും ബുദ്ധിയും പൂർണ്ണമായും നിയന്ത്രിതങ്ങളാണ്. ഭഗവാന്റെ വിഭിന്നാംശമാണ് താനെന്ന് അയാൾക്ക് അറിയാം. ഭഗവാന്റെ വിഭിന്നാംശമാകയാൽ ഭഗവതംശമെന്ന നിലയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തന്റേതല്ലെന്നും പരമപുരുഷൻ തന്നിലൂടെ ചെയ്യുന്നതാണെന്നും അയാൾക്കറിയാം. കൈ അനങ്ങുന്നത് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ശരീരത്തിന്റെ മുഴുവൻ പ്രേരണയുണ്ട് ആ ചലനത്തിന് പിന്നിൽ. കൃഷ്ണാവബോധമുള്ള മനുഷ്യനെ നയിക്കുന്നത് ഭഗവാന്റെ ഇംഗിതമാണ്. അയാൾക്ക് സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്കായി അഭീഷ്ടങ്ങളൊന്നുമില്ല. യന്ത്രഭാഗം പോലെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. യന്ത്രത്തിന്റെ ഭാഗങ്ങളെ അവയുടെ നിലനിൽപ്പിന് വേണ്ടി മെഴുക്കിയെടുക്കുകയും ശുചീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ദിവ്യപ്രേമഭരിതമായ ഭഗവത് സേവനത്തിന് ഉതകത്തക്ക വിധം സ്വശരീരത്തെ പുലർത്താൻ വേണ്ടി മാത്രം കൃഷ്ണാവബോധവനായ ഭക്തൻ പ്രവൃത്തികൾ നിറവേറ്റുന്നു. അവയുടെ പ്രതികരണങ്ങൾ അയാളെ ബാധിക്കുകയില്ല. ഒരു മൃഗത്തിനെന്ന പോലെ അയാൾക്കും സ്വന്തം ശരീരത്തിന്മേൽ പോലും ആധിപത്യമില്ല. ക്രൂരനായ ഒരു ഉടമസ്ഥൻ തന്റേതായ മൃഗത്തെ ചിലപ്പോൾ കൊല്ലുന്നുവെങ്കിൽ കൂടി ആ മൃഗം എതിർത്ത് നിൽക്കാറില്ലല്ലോ. അതിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ആത്മസാക്ഷാത്കാര ശ്രമത്തിൽ സദാ മുഴുകിയിരിക്കുന്ന ഒരു കൃഷ്ണഭക്തന് ഏതെങ്കിലും ഒരു ഭൗതിക പദാർത്ഥത്തിന്റെ ഉടമയെന്ന് വരുത്തിക്കൂട്ടാൻ സമയം നന്നേ കുറയും. ശരീരത്തെയും ജീവനെയും നിലനിർത്താൻ വേണ്ടുന്ന ധനം സംഭരിക്കാനായി കുതന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം അയാൾക്കില്ല.
അതുകൊണ്ട് അത്തരം ഭൗതിക പാപങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. അവൻ തന്റെ എല്ലാ കർമ്മങ്ങളുടെയും പ്രതികരണത്തിൽ നിന്നും മുക്തനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മ്യൂട്ടായിരുന്നു. വീണ്ടും വീണ്ടും പറയുകയാണ് 4-ാമത്തെ അധ്യായത്തില് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. അതൊരിക്കലും നമുക്ക് ഏത് തരത്തിലും നിഷേധിക്കാൻ പറ്റത്തില്ല. ആരും മാനത്തുനിന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുന്നതല്ല. എല്ലാ ചരാചരങ്ങളും ത്തിനും ഒരു സോഴ്സ് ഉണ്ട്, ഒരു സ്രോതസ്സുണ്ട്. ഒരു സ്രോതസ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അത് ഭഗവത്ഗീതയിൽ മാത്രമാണ് വ്യക്തമായിട്ട് പറയുന്നത് അത് എന്നിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. വേറെ ഒരു ഗ്രന്ഥങ്ങളിലും ഇത്ര ആധികാരികമായിട്ട് പറയുന്നില്ല. ഞാനാണ്, എന്നിൽ നിന്നാണ്. അതിന് കുറെ എവിഡൻസും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ എവിഡൻസിനെ ആർക്കും തിരുത്തി കുറിക്കാനും പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു ശാശ്വത ബന്ധം ഭഗവാനുമായിട്ട് നമുക്കുണ്ട്. അതിനെ നമ്മൾ വിരോധിച്ചോ വിരോധിക്കാതിരുന്നോ മനഃപൂർവ്വം മറന്നോ അല്ലെങ്കിൽ അറിവില്ലാതെയോ മാറിയിരുന്നാൽ പോലും ഈ ഒരു ബന്ധത്തെ പറ്റി നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. മക്കള് ഒരു പക്ഷേ അച്ഛനും അമ്മയും പറയും, ഓ നിങ്ങൾ എൻ്റെ ആരുമല്ലെന്ന് പറയും എന്ന് പറഞ്ഞാൽ കൂടി മക്കളല്ലാതെ വരുമോ? ഒരിക്കലും വരത്തില്ല. അപ്പൊ ആ ഒരു സത്യം ഈ പറയുന്നവരാണെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഓർമ്മിക്കണം. ഒരു വാക്കുകൊണ്ട് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ ബന്ധത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പം ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം കൂടെ നോക്കിയിട്ട്. എതിർച്ഛാലാഭ സന്തുഷ്ടോ ദ്വന്ദ്വ അതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. എതിർച്ഛാലാഭ സന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃച്ഛാലാഭ സന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. ശബ്ദാർത്ഥം രൂപാത കീജി. എതിർച്ഛാലാഭ സന്തുഷ്ട, എതിർച്ചയാൽ ലഭിക്കുന്നത് കൊണ്ട് സന്തുഷ്ടനും, ദ്വന്ദ്വാതീത ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവനും, വിമത്സരഃ അസൂയാരഹിതനായി, സിദ്ധൗ വിജയത്തിലും, അസിദ്ധൗച പരാജയത്തിലും, സമനില ഉറച്ചവൻ, കൃത്വാ അഭി കർമ്മങ്ങൾ ചെയ്താലും ന നിബധ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദ കീജി. താനേ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും, ദ്വന്ദ്വമുക്തനും, നിർമത്സരനും, ജയ അപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. യദൃച്ഛാലാഭ സന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. രാജീവ് പ്രഭു. ഹരേ കൃഷ്ണ. യദൃച്ഛാലാഭ സന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. ഹരേ കൃഷ്ണ. യദൃച്ഛാലാഭ സന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. यदृच्छालाभ संतुष्टा द्वन्द्वातीतो विमत्सरः समसिद्धावसिद्धौ च कृत्वापि न निबध्यते. कृष्ण. വിസ്മയ. यदृच्छालाभ संतुष्टो
द्वन्द्वतीतो विमत्सरः समसिद्धावसिद्धौ च कृत्वपि न निबध्यते यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समसिद्धावसिद्धौ च कृत्वापि न निबध्यते. हरे कृष्ण. ഹരേ കൃഷ്ണ. സിമ്മി, വോളിയം കിട്ടുന്നില്ല. ഇന്ന് എന്തോ പറ്റിണ്ട്. അതെ അതെ, വോളിയം ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആമി. ഹരേ കൃഷ്ണ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധൗ ച കൃത്വാപി ന നിബധ്യത്തെ. അമ്മയുണ്ടോ അവിടെ? ആമി, അമ്മ വാഷ്റൂമിൽ പോയിരിക്കുക. ഓക്കെ. ഇനി ആരാ വായിക്കാനുള്ളത്? വായിച്ചു. യദുചാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച कृत्वापि न निबध्यते. ഹരേ കൃഷ്ണ. നമുക്ക് ഒന്നുകൂടെ 2 പ്രാവശ്യം ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യത്തെ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യത്തെ. താനേ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണാവബോധവാനായ വ്യക്തി സ്വന്തം ശരീരം പരിപാലിക്കുന്നതിന് വേണ്ടി പോലും ഏറെ പ്രയത്നിക്കാറില്ല. തനിയെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ തൃപ്തനാണ് അയാൾ. യാചിക്കുകയോ കടം വാങ്ങുകയോ ചെയ്യാതെ കഴിവിനനുസരിച്ചുള്ള സത്യസന്ധമായ പ്രയത്നം കൊണ്ട് കിട്ടുന്ന ആദായത്താൽ അയാൾ സംതൃപ്തനാകും. സ്വതന്ത്രമായ ഉപജീവനം കഴിക്കുന്നു. കൃഷ്ണാവബോധത്തിലുള്ള തന്റെ സേവനത്തിന് മറ്റാരുടെയും പ്രവൃത്തി തടസ്സമായി തീരാൻ അനുവദിക്കുകയില്ല. എങ്കിലും ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങളാൽ അസ്വസ്ഥനാകാതെ ഭഗവത് സേവനാർത്ഥം ഏത് ജോലിയിൽ ഏർപ്പെടാനും ഭക്തന് കഴിയും. സുഖദുഃഖങ്ങളെയോ ശീതോഷ്ണങ്ങളെയോ ആണ് പ്രപഞ്ചത്തിന്റെ ദ്വന്ദ്വാത്മകത അനുഭവപ്പെടുന്നത്. കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാൻ പഠിക്കാത്ത കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ദ്വന്ദ്ങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് വിജയത്തിലും പരാജയത്തിലും അയാൾക്ക് കുലുക്കമില്ല. പൂർണ്ണമായി അതീന്ദ്രിയ ജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണിത്. ഹരേ കൃഷ്ണ. പൂർണ്ണമായും അതീന്ദ്രിയ ജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണിത്. സുഖദുഃഖങ്ങളാലോ ശീതോഷ്ണങ്ങളായോ ആണ് പ്രപഞ്ചത്തിന്റെ ദ്വന്ദ്വാത്മക അനുഭവപ്പെടുന്നത്. കണക്റ്റഡ് ശ്ലോകം ഏതാ? നമ്മൾ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാപായിനോ നിത്യസ്ഥം സ്ഥിതിക്ഷസ്വ ഭാരത. ഇവിടെ ശരിക്കുമുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ആണ് നമ്മളെ പഠിപ്പിച്ചത്. നേരത്തെ പറഞ്ഞു ദ്വന്ദ്വമോഹങ്ങളിലുള്ള മുക്തി അല്ലെങ്കിൽ ദ്വന്ദ്വമോഹത്തെ അതിക്രമിക്കുക. വിഭൂതി വിസ്തര യോഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അക്ഷരാണാം അകാരാസ്മി, പിന്നെന്താ ദ്വന്ദ്വസമാസവും ഞാൻ തന്നെയാണ്. ദ്വന്ദ്വസമാസമില്ലാതെ ഒന്നുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ 2, ദുഃഖാലയം അശാശ്വതം. ഈ സംസാര
സാഗരം. ഈ ഭൗതിക ലോകം ദുഃഖങ്ങളെ കൊണ്ട് നിറഞ്ഞവയാണ്. അതിൽ ചെറിയ ചെറിയ മഴത്തുള്ളി പോലെ മാത്രമേ സന്തോഷമുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. ഇനി രണ്ട്, പിന്നെ പറയുന്നതാണ് മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ദുഃഖം വന്നാൽ ദുഃഖിക്കാതിരിക്കുകയും സന്തോഷം വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കാതിരിക്കുകയും ചെയ്യാൻ പറ്റുമോ നമുക്ക്? ചെയ്യാൻ പറ്റുമോ? നിലയിലോട്ട് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇതോ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ അധികം സന്തോഷിക്കാറേ ഇല്ല. കാരണം സന്തോഷിച്ച ഉടനെ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്കറിയാം. പണ്ടുള്ളവർ പറഞ്ഞു നമ്മൾ പൊട്ടിച്ചിരിക്കാടാ. അതുകൊണ്ട് ചിരിക്കുന്നൊക്കെ ചിരിക്കുക, അത് വർത്തമാനം പറഞ്ഞ് ചിരിക്കുക, അത് പറയേ. നമ്മളെ ഉള്ളിൽ നിന്നുള്ള ഭയങ്കര ഒരു സന്തോഷം ഉണ്ടല്ലോ. ഐ ഡോണ്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. പണ്ടുള്ളവര് ഐ ഡോണ്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. അതെ അതെ, പണ്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൂട് എന്തെങ്കിലും കിട്ടിയിട്ട് കൂടുതൽ അങ്ങോട്ട് തുള്ളിച്ചാടുമ്പോ അച്ഛനും അമ്മയും ഒക്കെ വന്ന് പറയും, ഉള്ളു തുള്ളിച്ചാടണ്ട, ഉടനെ ഒരു ദുഃഖം ഉടനെ വരുമെന്ന് പറയും. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അടങ്ങിയിരിക്കാൻ പറയും. ഞാൻ ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ടൂറിസം സീസൺ ഒക്കെ തുടങ്ങി ഇങ്ങനെ വരുമ്പം വീട്ടിലോട്ട് വന്നോണ്ടിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ വീട്ടിൽ വന്നതും വീടിന്റെ മേളിൽ തീ പിടിച്ചു, വീടിന്റെ 2 റൂം കത്തിപ്പോയി. അതോടെ ഞാൻ മതിയാക്കി ആ പരിപാടി. എത്രയോ വർഷം മുമ്പാണ് അത്. അതെ, ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ, ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെയാണ്. ഈ 2 വശവും ഒരേപോലെ ആണെങ്കിൽ നാണയം അസാധുവാണ് അല്ലേ? നമുക്ക് പണ്ട് തെന്നിത്തെറിച്ച് കിട്ടാറുണ്ട്. 2 സൈഡും തല മാത്രമായിരിക്കും, അല്ലെങ്കിൽ 2 സൈഡും പൈസ മാത്രമായിരിക്കും. ആ പൈസ എടുക്കത്തില്ല. അപ്പൊ അതുപോലെ അങ്ങനെയുള്ളപ്പം ഭൗതിക ലോകം എന്ന് പറയുന്നത് അത് വാലിഡിറ്റി വരണമെന്നുണ്ടെങ്കിൽ 2 ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് എന്റെ സിഗ്നൽ എന്ന് പറയുന്നത്. അവിടെ ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചത് ദ്വന്ദ്ങ്ങളാലാണ്. അപ്പം രാവും പകലും ഉണ്ട്. രാവും പകലും ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം മധുരം ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ കയ്പും ഉണ്ടാകും, പുളിയും ഉണ്ടാവും. മഴയുണ്ടാവാം, മഴയ്ക്ക് റെസ്റ്റ് വേണം, വരൾച്ചയും ഉണ്ടാകും. അപ്പം സമ്മിശ്രമാണ് ഭൗതിക ലോകം. അപ്പൊ നമുക്ക് സന്തോഷവും ഉണ്ടാകാം, ദുഃഖവും ഉണ്ടാകാം. ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരേപോലെ കാണാൻ ശീലിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരേപോലെ ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാക്കുകളാണെങ്കിൽ, നമുക്ക് നല്ല പ്രിയപ്പെട്ടവരാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ സ്നേഹത്തോടെയാണ് മൊബൈലിനെ തൊട്ട് തലോടി എടുക്കുന്നത്. അതേസമയം നമ്മൾ നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയത്താണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആ മൊബൈലിനെ നമ്മൾ നോക്കത്തുമില്ല, വളരെ ദേഷ്യപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ മൊബൈൽ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം മൊബൈല് ഒന്നും ചെയ്തിട്ടില്ല, ഒരേ രീതിയിലായിരിക്കും. ബാലചന്ദ്ര മേനോന്റെ പണ്ടത്തെ ഒരു സിനിമയുണ്ട്, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലാണ്. ഇപ്പം ഇതിനെ രണ്ടിനെയും നമ്മൾ എങ്ങനെ ചെയ്യണം? അപ്പൊ ഈ ദ്വൈതങ്ങളെ അതിജീവിക്കേണ്ടി വരണം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നമ്മൾ ആ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട എക്സാമ്പിൾ ആണത് പരീക്ഷിത് മഹാരാജാവ്. എന്തായിരുന്നു ആ എക്സാമ്പിൾ അറിയാമോ? ദ്വന്ദ്മോഹത്തിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പരീക്ഷിത് മഹാരാജ്. എങ്ങനെയാ? ഭഗവാൻ ഭാഗവതം വായിക്കുക, ഭഗവാന്റെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പരീക്ഷിത് മഹാരാജൻ അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അങ്ങനെ പരീക്ഷിത് മഹാരാജന് തോന്നി? നമുക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? ഇവിടെ പരീക്ഷിത് മഹാരാജ് ശമീക മഹർഷിയുടെ മകന്റെ മറന്നുപോയി മകന്റെ പേര്. മകന്റെ ശാപം കൊണ്ട് 7 ദിവസത്തിനകത്ത് വെച്ചിട്ട് 7-ാം ദിവസം തക്ഷകന്റെ ദംശമേറ്റ് മരിക്കട്ടെ എന്ന് പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞ ഒരു കർമ്മത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. കലിക്കിരിക്കാൻ സഹായം കൊടുത്തതും പരീക്ഷിത് മഹാരാജാവ് തന്നെയാണ്.
ഉടനെ കലി ആ കിരീടത്തിൽ ഇരിക്കുകയും ചെയ്തു. ആ കിരീടം മാറ്റിവെച്ചപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലായത്. അവിടെ നിൽക്കട്ടെ. ഒരിക്കലും ഭഗവാനോട് പോയി പരാതി പറഞ്ഞില്ല. ഒരുപക്ഷെ ഭഗവാനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി ആനുകൂല്യം കൊടുത്തേനെ. എന്തുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചില്ല? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? എനിക്കൊരു 10 ദിവസം കൂടെ കിട്ടണം, അല്ലെ എനിക്ക് 1 മാസം കൂടെ തരട്ടെ, എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? ജയപ്രകാശ് പ്രഭു, എന്താ പ്രാർത്ഥിക്കാഞ്ഞത്? നമ്മുടെ ഒരു ബുദ്ധിമോശം കൊണ്ട് ചോദിക്കുന്നതാ കേട്ടോ. പരീക്ഷത്ത് മഹാരാജന് പോലും ചോദിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വെറും ബുദ്ധിമോശം കൊണ്ട് ചോദിക്കുന്നതാണ്. കർമ്മഫലം അനുഭവിക്കാൻ വേണം. കർമ്മഫലം അനുഭവിക്കുക തന്നെ. പിന്നെ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ശരിയാണ്. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ വേറൊരു അഭിപ്രായം? എന്തിനും ഒരു 2 അഭിപ്രായം വരുമല്ലോ. അതല്ലേ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്, ദ്വന്ദ്വ മോഹം എന്ന് പറയുന്നത്. ഒരഭിപ്രായം കൂടെ, ഒരു എതിരഭിപ്രായം കൂടെ നമുക്ക് പറഞ്ഞുകൂടെ? രാജീവ് പ്രഭു, വേറെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞുകൂടെ? എതിരാവണ്ട, ഒരഭിപ്രായം കൂടെ പറഞ്ഞുകൂടെ? വാക്കിന്റെ വില. വാക്കിന്റെ വില. ഇവിടെ പരീക്ഷിത് മഹാരാജിന് അങ്ങനെ ഒരു ശാപം കിട്ടിയപ്പം പരീക്ഷിത് മഹാരാജ് ചിന്തിച്ചു, ഇല്ല, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് വരേണ്ടതാണ്. പിന്നെ രണ്ടാമത് വീണ്ടും പരീക്ഷിത് മഹാരാജ് ചിന്തിച്ചു, നോക്കൂ, എൻ്റെ അമ്മയുടെ ഉദരത്തിന് എന്നെ സംരക്ഷിച്ച് എന്നെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ്, അല്ലേ? അന്ന് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ സംരക്ഷണം കൊടുക്കണ്ടായിരുന്നു, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ശരിയോ തെറ്റോ? ഭഗവാൻ നേരം ഉത്തരയുടെ ഗർഭത്തിന്റെ മുന്നിൽ ഭഗവാൻ കവചം സൃഷ്ടിച്ചു. അവിടെ ആ ഗർഭത്തെ സംരക്ഷിച്ചു. പരീക്ഷിത് മഹാരാജാവ് പുറത്തു വന്നു. അന്ന് പരീക്ഷിത് മഹാരാജാവ് ചിന്തിച്ചു, അന്ന് എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ സംരക്ഷിക്കാമെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഭഗവാൻ എന്നെ സംരക്ഷിക്കാമായിരുന്നു. ശരിയല്ലേ പറഞ്ഞത്? ശരിയല്ലേ? പക്ഷെ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? അപ്പൊ എന്തെങ്കിലും ഒരു കാരണം കാണും. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം, ഒരു കാരണം കാണും. അപ്പൊ അതങ്ങനെ പോകട്ടെ. രണ്ടാണെങ്കിലും ഭഗവാനെ പ്രാപിച്ച് അല്ലെങ്കിൽ ഭഗവത് ചിന്തയോടെ ശേഷകാലം കഴിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് ഉത്തമമായ തീരുമാനം. നമ്മൾ ഇതുവരെ ഇവിടെ വന്നത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടൊന്ന് മാത്രമാണ്, ഇല്ലേ? ശരിയല്ലേ? ശരിയോ തെറ്റോ? ഇനി അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും, നിരീശ്വരവാദികൾ പോലും മരണത്തിന്റെ വക്കിലെത്തുമ്പോൾ അവര് വിളിക്കും, ദൈവമേ. ഇതൊരു സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. അച്ഛന് തൻ്റെ മകനോടല്ലെങ്കിൽ മകളോടുള്ള ഒരു ബന്ധം, അതിന് എത്ര എടുത്തു കളഞ്ഞാലും, അമ്മയ്ക്ക് തൻ്റെ മകനോടല്ലെങ്കിൽ മകളോടുള്ള ബന്ധം എത്ര എടുത്തു കളഞ്ഞാലും ആ ബന്ധത്തിനൊരു എന്താ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. എന്താപത്ത് വന്നു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് പോലെ നമ്മളും ഭഗവാനും തമ്മിൽ ഒരു മുറിച്ച് കളയാനാവാത്ത ഒരു ബന്ധമുണ്ട്. പക്ഷേ ഈ ബന്ധത്തെ നമ്മളുടെ ഭൗതികമായ കാമാസക്തി കൊണ്ടല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് നമ്മൾ അതിനെ മറന്നു വെക്കുന്നു. അതേസമയം നിർണായകമായ ഒരു ആപത്ത് വരുമ്പം ഈ മറച്ചു വെക്കുന്നവർ പോലും ഏറ്റവും അവസാനം ആ ആപത്ത് വരുമ്പം ദൈവമേ എന്ന് പറയും. ഇത് സത്യമല്ലേ? ശരിയല്ലേ? അയ്യോ എൻ്റെ ദൈവമേ എന്ന് അവരറിയാതെ വിളിക്കും. അപ്പൊ ഈ ഒരു ബന്ധത്തെ അതിനൊരു ചാൻസ് കൊടുക്കാതെ എങ്ങനെയാണെങ്കിലും ഇത്രയും നാള് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മളെ ഈ വഴിക്കൂടെ കൊണ്ടുപോയത് ഭഗവാനെ അവിടുത്തെ അനുകമ്പയാണ്, അവിടുത്തെ അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമുക്ക് ഒരു മനസ്സിന് എന്തൊരു ആ പ്രതലം, ഓളങ്ങളില്ലാത്ത ഒരു തിരശ്ചീനമായ ഒരു പ്രതലമായിട്ട് നമുക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മനസ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തെ ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുത സേവനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഭക്തിയുത സേവനം മൂലം നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും വരും. തീർച്ചയായിട്ടും
ഒരു കാരണവുമില്ലാതെ ഭഗവാൻ ഒരിക്കലും നമുക്ക് ക്ലേശങ്ങൾ മനഃപൂർവ്വം കൊണ്ടിട്ട് തരത്തില്ല. ഭഗവാന്റെ ഭക്തന് ഒരിക്കലും ക്ലേശങ്ങൾ ഒരിക്കലും കൂടുതൽ അനുഭവിക്കുകയും ഇല്ല. മറ്റൊരാളുടെ മുന്നിൽ നമുക്ക് അനുഭവിക്കുമായിരിക്കാം. കാര്യം പ്രവാതിരി പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. പണക്കാരന്റെ വീട്ടിലെ പുത്രന് പനി വന്നു. അതേ പനി പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ടവന് പുത്രനും വന്നു. പണക്കാരന്റെ പുത്രൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, സുഖമായിട്ട് തിരിച്ചു വന്നു. പാവപ്പെട്ടവന്റെ പുത്രൻ അവിടെ ഇരുന്ന് പറയും, അച്ഛൻ പറയും അല്ലെങ്കിൽ അമ്മ പറയും, 2-3 ദിവസമൊക്കെ ഞാൻ നിൽക്കും, നീ അനുഭവിക്കും, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കാത്തിരിക്കുക, ക്ഷമിക്ക്, കുറച്ച് ആവി കൊണ്ട്, അങ്ങനെ വേദനയോടെ 4-5 ദിവസം കഴിയും. രണ്ടുപേർക്കും ഒരേ പനിയാ വന്നത്. പക്ഷേ അവർക്ക് രണ്ടുപേരുടെയും അനുഭവതലം വ്യത്യാസമില്ലേ? ശരിയല്ലേ? ശരിയല്ലേ? പുറത്തു നിന്നൊരാൾ നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ പനി. അവന് കാശുണ്ടായിട്ടെന്താ അവനും പനി പിടിച്ചു, ഇവന് കാശില്ല എന്ന ഇവനും പനി പിടിച്ചു. പിന്നെന്താ ഈ പ്രപഞ്ചത്തിൽ വ്യത്യാസം? രണ്ടുപേർക്കും. പക്ഷേ അവരനുഭവിക്കുന്ന ഫലത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിയല്ല? ഇതേപോലെ ഭഗവാന്റെ ഭക്തന് അനുഭവിക്കുന്ന തലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. രണ്ടും ഭഗവാനെ ഞാൻ രണ്ടും കൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യം അങ്ങറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു കോൺഷ്യസ് എപ്പോഴും ഉണ്ടാവണം. ആ ഒരു കോൺഷ്യസോടുകൂടി ഭഗവാനെ നിഷ്കളങ്കമായി ഭഗവാനെ ഭക്തിയുത സേവനത്തോടെ ഭഗവാനെ പ്രാപിക്കണം. ആ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നതും ഭക്തിയുത സേവനമാണ്. ക്ഷേത്രത്തിൽ പോകുമ്പം ആ നടപ്പാതകളിൽ കിടക്കുന്ന ഒരു പൂവ് എടുത്ത് മാറ്റി വെക്കുന്നതും സേവനമാണ്. ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന പൂവ് താഴെ കിടക്കുന്നത് ചവിട്ടി തേച്ചുകൂടാ എന്ന് പറഞ്ഞ് എടുത്തു മാറ്റുന്നതും സേവനമാണ്. അതല്ല, എനിക്ക് ഇത്രയധികം പണമുണ്ട്, ജന്മാഷ്ടമി വന്നു, രാധാഷ്ടമി വന്നു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പൈസ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചത്. ഒരു വിഹിതം എൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെ എനിക്ക് ആദി പരാശക്തിയുടെ പിറന്നാൾ അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കണം, എൻ്റെ വക ഇത്. അതും ഭക്തിയുത സേവനം. ഇതൊന്നും എനിക്ക് ചെയ്യാനില്ല ഭഗവാനെ, എനിക്ക് മനസ്സുകൊണ്ട് മന്ത്രം ജപിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതും ഒരു സേവനമാണ്. ഇതെല്ലാം ഭക്തിയുത സേവനം. അങ്ങനെ ആ ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ശിക്ഷാഷ്ടകത്തിലല്ല, ചരിതാവലിയില്, ജീവേരേ സ്വരൂപായ കൃഷ്ണേരേ നിത്യദാസ, ജീവേരേ സ്വരൂപഹായ കൃഷ്ണേരേ നിത്യദാസ. ജീവേരേ സ്വരൂപഹായ കൃഷ്ണേര നിത്യദാസ. ഭഗവാന്റെ അംശമാണ് ഞാൻ, ഭഗവാന് സേവനം ചെയ്യപ്പെടേണ്ടവനാണ് ഞാൻ. കൃഷ്ണേന് നിത്യദാസ, നിത്യവും ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യേണ്ടവനാണ് ഞാൻ എന്നുള്ള ബോധം ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്കൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് ഭഗവാന് വേണ്ടിയിട്ടുള്ള വഴിപാടാണ്. സാധാരണ സേവനം എന്നൊരു വാക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല, ഉണ്ടായില്ലായിരിക്കും. വഴിപാട് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വഴിപാടായിട്ട് ഭഗവാൻ അങ്ങ് സങ്കല്പിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലി വഴിപാടാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം അത് വഴിപാടാണ്. അപ്പൊ എല്ലാം വഴിപാടാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വഴിപാടാണ്. റൂട്ടീൻ ജോബ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇതൊരു വഴിപാടായിട്ട് ചെയ്യുമ്പം ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫലങ്ങള് അതിൻ്റെ കൃത്യമായ രീതിയിൽ ഭഗവാൻ എടുക്കുകയും അതിൻ്റെ ഭഗവാൻ പുരിച്ച ശിഷ്ടം നമുക്ക് അനുഗ്രഹമായിട്ട് അമൃത തുള്ളികളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നു, ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഹ യജ്ഞായ ചരത കർമ്മ സമഗ്രം പ്രവീലയതേ. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ. കാര്യം നമ്മൾ മോഹം ഉണ്ടാവുന്നത് ഈ യോഗമായയിൽ പെട്ടിട്ടാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. ദുർഗാദേവിയുടെ മടിത്തട്ടിലാണ് നമ്മൾ പിറന്നു വീഴുന്നത്. അപ്പം അതിൽ വന്ന് പെട്ടു പോകാതെ
ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. എന്താ അതീന്ദ്രിയ ജ്ഞാനം? ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്. അപ്പം ഞാൻ ഭഗവാന്റെ നിത്യദാസനാകുമ്പോൾ എനിക്ക് ഭഗവാനെയാണ് സേവിക്കേണ്ടത്. ഇതാണേയുള്ള അതീന്ദ്രിയ ജ്ഞാനം. ഇത് വലിയ ഫിലോസഫി ഒന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കേണ്ടെന്നവനല്ല, ഇത്രയുള്ള അതീന്ദ്രിയ ജ്ഞാനം. നമ്മൾ ജനിച്ചു വീണു, നമ്മൾ വളർന്നു വന്ന വീട് നമ്മൾ കളഞ്ഞിട്ട് വന്നില്ലേ ഇവിടെ. അപ്പം നമുക്ക് ശാശ്വതമായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഭഗവാന് രൂപമുണ്ട്, നമുക്ക് രൂപമില്ല എന്നുള്ളതാണ് സത്യം. ഭഗവാന് രൂപമുണ്ട്. ചിലർ പറയും ഭഗവാന് രൂപമില്ല, നമുക്ക് രൂപമുണ്ട്. നമുക്ക് രൂപമില്ല, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റുകളാണ്. നമുക്ക് രൂപമില്ല, ഭഗവാന് മാത്രമേ. കാര്യം നമുക്ക് രൂപമെന്ന് പറഞ്ഞാൽ ശാശ്വതമായി നിൽക്കുന്നതിനെയാ രൂപം എന്ന് പറയുന്നത്. ഭഗവാൻ ശാശ്വതമായിട്ട് നിൽക്കുന്നു, നമ്മൾ ശാശ്വതമായിട്ട് നിൽക്കുന്നില്ല. നമ്മൾ നാടകം കളിക്കുകയാണ്. കുറച്ച് ദിവസം അവിടെ നിൽക്കും, കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. ഏതോ ടെമ്പററി ആയിട്ട് 10-70 വർഷത്തേക്ക് ഒരു ബോഡി കിട്ടി, ശരീരം കിട്ടി. ആ ശരീരത്തിന് 70 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും, വേറെ ഏതെങ്കിലും ശരീരത്തെ ഒരു ഷേപ്പിൽ കയറും. അപ്പം നമുക്ക് വ്യക്തമായിട്ട് രൂപമുണ്ടോ? ഇല്ല. ടെമ്പററി ആയിട്ട് കിട്ടുന്ന രൂപമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്കാണ് രൂപമില്ലാത്തത്, ഭഗവാനാണ് രൂപമുള്ളത്. ശരിയല്ലേ പറഞ്ഞത്? ശരിയോ തെറ്റോ? അപ്പം ഈ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥമെല്ലാം ഹോംവർക്കാണ്. ഗത സംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞയാ ചേരത കർമ്മ സമഗ്രം പ്രവീലയതി. ഗത സംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവീലയതി. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഇപ്പം ഭഗവത്ഗീതയുടെ 21, 22, 23 4-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ ദ്വന്ദ്വമോഹത്തിൽ നിന്ന് മുക്തി കിട്ടാമെന്നും നമ്മുടെ ശാശ്വതമായ ബന്ധം ആരിലാണെന്നും നമ്മുടെ പൊസിഷൻ എന്താണെന്നും നമുക്ക് ഒന്നുകൂടെ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ മധ്യലീലയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വരി നമുക്കൊന്നുകൂടെ ഓർമ്മിക്കാം. ജവേരേ ജീവേരേ സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. എഴുതി വെച്ചോളൂ കുട്ടികൾ. ജീവേരേ സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ. ജീവേരേ സ്വരൂപ ഹയ കൃഷ്ണേരേ നിത്യദാസ. നമ്മുടെ അസ്തിത്വം ഭഗവാനിലാണ്. നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. ഹരേ കൃഷ്ണ. ഇന്ന് രാധാറാണിയുടെ ജന്മാഷ്ടമിയോട് അനുബന്ധിച്ചിട്ട് രാധാറാണിയുടെ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പോ ആണല്ലോ അല്ലേ? ഓപ്പയാണോ ഭാഗ്യലക്ഷ്മി? കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പായിട്ട് ശില്പമാതാജി രാധാറാണിയെ കുറിച്ചൊരു പാട്ട് പാടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഒരു മിനിറ്റ്. അതിനുശേഷം ഒബ്ജക്ഷൻ യുവർ ഓണർ കാര്യങ്ങള്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. राधे जय जय माधव दयिते. 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 गोकुल तरुणी मंडल महिते. गोकुल तरुणी मंडल महिते. राधे जय जय माधव दयिते. राधे जय जय माधव दयिते. दामोदर रति वरदन वेशे. हरिनिष्कुत वृंदाविपिनेशे. दामोदर रति वरदन वेशे. हरिनिष्कुत वृंदाविपिनेशे.
राधे जय जय माधव दैते राधे जय जय माधव दैते वृषभानुदती नव शशिलेखे ललिता सखी गुणरमित विशाखे वृषभानुदती नव शशिलेखे ललिता सखी गुणरमित विशाखे राधे जय जय माधव दैते राधे जय जय माधव दैते करुणां कुरु मयि करुणा भरिते सनक सनातन वरनित चरिते करुणां कुरु मयि करुणा भरिते सनक सनातन वर्णित चरिते राधे जय जय माधव दैते राधे जय जय माधव दैते गोकुल तरुणी मंडल महिते गोकुल तरुणी मंडल महिते राधे जय जय माधव दैते राधे जय जय माधव दैते जय राधा माधव जय राधे श्याम ഹരേ കൃഷ്ണ. രാധാറാണി കി ജയ്. ഹരേ കൃഷ്ണ. രാധാറാണിയുടെ കഥ റെഡിയായോ ഭാഗ്യലക്ഷ്മി? അവള് ക്ലാസ്സിലാ സാർ, അതാ ഞാനിപ്പോ വിളിച്ചത് കേട്ടോ. സംസ്കൃതത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുക. നോ ഇഷ്യൂ. അപ്പൊ നോ ഇഷ്യൂ. രാധാറാണിയുടെ കഥ ആർക്ക് പറയാം? ജയപ്രകാശ് പ്രഭു. രണ്ടുപേര് പറഞ്ഞാ മതി. രാധാറാണി ലോകത്ത് ഏറ്റവും വലിയ ഭക്തയാണ് ഭഗവാന്റെ. രാധാറാണിയെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഒന്ന്, അതിനുള്ള യോഗ്യത നമുക്കില്ല. വിഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വിഷഭാനുവിന് മകളായിട്ട് രാധാറാണിയെ കിട്ടുന്നത് തന്നെ വിഷഭാനുവിന്റെ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് കൃഷ്ണനെ കിട്ടിയതിനേക്കാൾ വലിയ ഭാഗ്യമാണ് വിഷഭാനു കിട്ടുന്നത്. അതായത് വസുദേവർക്ക് കിട്ടിയതിനേക്കാൾ, നന്ദരാജാവിന് കിട്ടിയതിനേക്കാൾ വളരെ വലിയ ഭാഗ്യമാണ് വിഷഭാനുവിന്. അതിനെല്ലാം കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്. അപ്പം നേരത്തെ സുശീം പ്രഭു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞായിരുന്നു അഭിമന്യുവിന്റെ ആയുസ് എന്തുകൊണ്ട് കുറഞ്ഞത്. ഭഗവാൻ എടുക്കാമായിരുന്നു. അവിടെ വന്നപ്പോഴാണ് ആ വർച്ചസിന്റെ കഥകൾ പറഞ്ഞത്. അല്ലേ സുശീം പ്രഭു? അതെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ വിഷഭാനുവിന് രാധാറാണിയെ കിട്ടാനും കാരണമുണ്ടായിരുന്നു. അങ്ങനെ രാധാറാണിയെ ഇപ്പം ഇതിനകത്ത് 2 യുഗത്തിലാണോ രണ്ടെങ്കിലും 2 രീതിയിൽ പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. കീർത്തികയില് രാധാറാണിക്ക് ജനിക്കുന്നു. പക്ഷേ കണ്ണില്ല, സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കണ്ണടഞ്ഞിരിക്കുക. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. ആരെയും അറിയിക്കുന്നില്ല, ആരെയും അറിയിച്ചിട്ടുമില്ല. അവിടെ ഗർഗമഹർഷിയാണ് വരുന്നത്. ഗർഗമുനി നന്ദമഹാരാജനെ കാണും. സാധാരണ ഒരു ഗൃഹസന്ദർശനം പോലെ ഗർഗമുനി നന്ദമഹാരാജനെ കണ്ടിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയും, അറിഞ്ഞോ വിഷഭാനുവിന് ഒരു പുത്രിയെ ഉണ്ടായിട്ടുണ്ട്, അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല. ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ, ഒന്ന് പോയി നിങ്ങൾ കാണണം, സന്ദർശിച്ചിട്ട് വരാൻ പറയും. പോകുമ്പം നിങ്ങൾ കൂട്ടത്തില് കൃഷ്ണനെയും കൂടെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെ കൃഷ്ണനെയും എടുത്തുകൊണ്ട് നന്ദമഹാരാജാവും യശോദാമിയും വിഷഭാനുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ കുട്ടി അവിടെ താഴേക്ക് ഇറക്കി. കൃഷ്ണൻ അവിടെ നിന്ന് ഊഴ്ന്നിറങ്ങി പതുക്കെ ഇഴഞ്ഞ് രാധാറാണി കിടക്കുന്ന തൊട്ടിലോട്ട് പോവുകയാണ്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല.
രാധാറാണിയെ ആ തൊട്ടിൽ ഇങ്ങനെ കായി വെച്ച് പതുക്കെ എഴുന്നേറ്റ് രാധാറാണിയെ നോക്കും. ആ സമയത്തൊരു സ്ഫുലിംഗമാണ് അവിടെ ഉണ്ടാവുന്നത്. രാധാറാണി പതുക്കെ കണ്ണു തുറക്കും. പതുക്കെ കണ്ണു തുറന്നിട്ട് കൃഷ്ണനോട്, കൃഷ്ണ നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് കണ്ണു തുറക്കുമ്പോൾ ആദ്യം അങ്ങയെയാണ് കാണേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ കണ്ണു തുറക്കാതിരുന്നത്. അങ്ങനെ കൃഷ്ണനുമായിട്ട് സംവദിച്ച് കൃഷ്ണൻ സമാധാനിപ്പിക്കും, രാധാറാണി നമ്മൾ രണ്ടുപേരും രണ്ടുപേരല്ല എന്നറിയത്തില്ലേ. അവിടെ വളരെ യൗവനയുക്തരമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും രണ്ടുപേരല്ല എന്നറിയത്തില്ലേ, നമ്മൾ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ ഒന്നും അറിയാത്ത മാതിരി തിരിച്ചു വരും. ഇവർക്ക് വളരെ അത്ഭുതമായിരുന്നു. പെട്ടെന്ന് രാധാറാണി കണ്ണു തുറന്നതും സംസാരിച്ചതൊക്കെ. അങ്ങനെ ആ ചിരിയൊക്കെ കേട്ടിട്ടാണ് പിന്നെ ഇവരെല്ലാം നന്ദമഹാരാജും വൃഷഭാനും ഒക്കെ ചെന്ന് നോക്കുന്നു. പിന്നെ അവിടെ വലിയ സദ്യയൊക്കെ ആയിരുന്നു, ഗോദാനമൊക്കെ ചെയ്തു, കാര്യങ്ങൾ തിരിച്ചു വരും. അങ്ങനെ ഇവർ വളർന്നു വലുതായി വരും. ഇവർ രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇങ്ങനെ രാധാറാണിക്ക് കൃഷ്ണനെ പിന്നെ കുറച്ചു നാള് കൃഷ്ണനെ നേരിട്ട് കാണുന്നില്ല. പക്ഷെ കൂട്ടുകാരികൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കൃഷ്ണനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. ഭയങ്കര അതികലശമായ പ്രേമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതികലശമായ പ്രേമം. കൃഷ്ണനാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ ട്രിക്കി വേലകൾ കൂടുതലുണ്ട് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. രാധാറാണിയുടെ വീടിന്റെ മുമ്പിലെത്തുമ്പോൾ, അതുവരെ കളിച്ചും ചിരിച്ചോ കൃഷ്ണൻ വരുന്നത്, രാധാറാണിയുടെ വീടിന്റെ മുമ്പിൽ വരുമ്പോൾ, വൃഷഭാനുവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വരുമ്പം കൃഷ്ണൻ ഇടത്തോട്ട് തലതിരിച്ചുകൊണ്ട് ഒരു പോക്ക് പോകും. രാധാറാണി പൊട്ടിക്കരയും, ഓരോ ദിവസവും പൊട്ടിക്കരയും. ഈ കരച്ചിൽ കണ്ടിട്ട് ഗോപികമാര് കൂട്ടുകാരികൾ ചോദിക്കും, കൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പം രാധാറാണി കരഞ്ഞുകൊണ്ട് പറയും, എന്തെന്നറിയത്തില്ല, എനിക്കത് വളരെയേറെ ഇഷ്ടമാണെന്ന് പറയും, വളരെയേറെ ഇഷ്ടമാണ്. അങ്ങനെ ഈ ഗോപികമാര് ഉപദേശിക്കും രാധാറാണിയുടെ, ഭഗവാന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ഒരു ട്രിക്കി വേലയുണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ രാധാറാണി പറയും, അത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയും. തുളസിയെ പരിചരിക്കാൻ പറയും, തുളസി വെച്ച് പിടിപ്പിക്കുക, തുളസിയെ പ്രദക്ഷിണം ചെയ്യുക, തുളസിക്ക് വെള്ളം കൊടുക്കുക, അങ്ങനെ തുളസിയെ പരിചരിക്കാൻ പറയും. ഇത് കേട്ട മാത്രയിൽ രാധാറാണി തുളസി സേവ ചെയ്തു തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ സ്നേഹം പിടിച്ചു കിട്ടി. വീണ്ടും നമ്മളും ജീവിതത്തിൽ ചെയ്യേണ്ടത്, ഭഗവാന്റെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം രാധാറാണിയുടെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റും. ഓരോ ഗൃഹത്തിലും ഇപ്പൊ രാധാറാണിയുടെ രാധാഷ്ടമി നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മൾ തുളസി റാണിയെയും ഓർമ്മിക്കണം. നമ്മൾ ആരും ഇതുവരെ വീട്ടിൽ തുളസിയെ വെച്ച് പിടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുളസി വെച്ച് പിടിപ്പിക്കണം. തുളസി എവിടെയുണ്ടോ അവിടെ വൃന്ദാവനമാണ്. തുളസി എവിടെയുണ്ടോ അവിടെ വൃന്ദാവനമാണ്. ആ തുളസിയെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക, തുളസിക്ക് രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കുക, തുളസിയെ പ്രദക്ഷിണം ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാധാറാണിയുടെയും സ്നേഹം കിട്ടും, ഭഗവാന്റെയും സ്നേഹം കിട്ടും. ഹരേ കൃഷ്ണ. വിസ്മയ റെഡിയാണോ പാടാൻ? എന്നാ പാടിക്കൂ. ഹരേ കൃഷ്ണ. हे मुरली श्रीधरा राधे कृष्णा राधे श्याम, हे मुरली श्रीधरा राधे कृष्णा राधे श्याम, केशव माधव यादव नंदन राधे कृष्णा राधे श्याम, केशव माधव यादव नंदन राधे कृष्णा राधे श्याम, नंद नंदन राधे श्याम, नवनीत चोर राधे श्याम, नंद नंदन राधे श्याम, नवनीत चोर राधे श्याम, केशव माधव यादव नंदन राधे कृष्णा राधे श्याम, केशव माधव यादव नंदन राधे कृष्णा
राधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम भक्तवत्सल राधेश्याम भगवत प्रिय राधेश्याम भक्तवत्सल राधेश्याम भगवत प्रिय राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम पांडुरंगा राधेश्याम पंढरीनाथा राधेश्याम पांडुरंगा राधेश्याम पंढरीनाथा राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्याम हे मुरली श्रीधरा राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम केशव माधव यादव नंदन राधे कृष्ण राधेश्याम താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി അടുത്തത് ഒബ്ജക്ഷൻ യുവർ ഓണർ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു സംസാരിച്ചോളൂ. എന്ത് പറയാം? ഇന്ന് നമ്മുടെ ദന്തമോഹത്തെ പറ്റിയും ദന്ത കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. എന്താ പറയാ? ഒരു സമ്മറി എന്ത് പറയാൻ പറ്റും? എല്ലാം നന്നായിരുന്നു പ്രഭു. എന്നാലും എന്താണ് നമ്മള് ഒരു സംശയം പ്രഭു, കീർത്തിക മാതാവിൽ ജനിക്കുന്നുണ്ടോ രാധ? അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞത്. എനിക്കറിയാൻ ഒരു സംശയം ചോദിക്കുന്നുള്ളൂ. ഇതിനകത്ത് രണ്ട് രീതിയിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നദിയിലൂടെ, യമുനാ നദിയിലൂടെ വരുമ്പോൾ 1000 താമര ഇതളുകളിൽ ഒരു കുഞ്ഞ് വരികയാണ്. ആ കുഞ്ഞിനെ ഋഷഭാനു ദുഃഖത്തോടെ, അതായത് സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന വിഷമിക്കുന്ന സമയത്താണ് കാണുന്നത്. അങ്ങനെ ബ്രഹ്മാവ് അവിടെ വരികയും ഋഷഭാനുവിൻ്റെ അടുത്ത് പറയും, ഇത് ആ കുട്ടിയെ എടുത്ത് വളർത്തുവാൻ പറയും. അത് സാധാരണ ഒരു കുട്ടിയല്ല, പിന്നീട് ഇത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ കുഞ്ഞു കൊണ്ടുപോകുന്നു ഒരു കഥയാണ്. ഒരു പക്ഷേ ഇതൊക്കെ പല യുഗങ്ങളിലും ഓരോ യുഗങ്ങളിലും കറങ്ങി വരുന്ന കാണുന്ന കഥകളായിരിക്കാം. അതെന്തായാലും ചരിത്രങ്ങളാണ്. അതേസമയം ഗർഗഭാഗവതം പറയുന്നത് ഭഗവാന്റെ തേജസ് കീർത്തികയിലെ ഉദരത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കീർത്തിക ഗർഭവതിയാകുന്നു എന്ന് ഗർഗഭാഗവതം പറയുന്നു. ഇതാണ് ഇതിൻ്റെ കൂടുതലും നമ്മൾ പറഞ്ഞു വന്നതും പഠിച്ചിട്ടുള്ളതുമെല്ലാം നദിയിൽ 1000 ഇതളുകളുള്ള സ്വർണ്ണത്താമരയാണെന്നോ, സ്വർണ്ണത്താമര അതിൽ ആ കുഞ്ഞിനെ കിട്ടുന്നു എന്നുള്ളത്. രണ്ടാണെങ്കിലും രാധാറാണി എന്നുള്ള ഇത് തന്നെ പ്രത്യക്ഷ ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് ഭഗവാൻ എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് പിന്നെ ദേവകി അമ്മയിൽ ജനിച്ചു, ഇത്ര അവിടെ കഴിഞ്ഞു. പക്ഷെ രാധാറാണിയുടെ ക്വസ്റ്റ്യൻ അതാണ്, ദിവ്യമായ ഒരു ജന്മമായത് കൊണ്ടാണ്. ആ വിവാഹം പോലും, ഭഗവാനുമായിട്ടുള്ള വിവാഹം പോലും വളരെ ഗൂഢമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ പരാശക്തി, ആ അമ്മ, ആ അമ്മയിൽ നിന്നാണ് ലക്ഷ്മി ദേവിയും എല്ലാം വരുന്നത്. ആ അമ്മയിൽ നിന്ന് തന്നെയാണ് പാർവതി ദേവിയും വരുന്നത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, സാധാരണ ഒരു ഭക്തൻ, അവർക്ക് യോഗ്യതയില്ല രാധാകൃഷ്ണന്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാനുള്ളത്. രാധാകൃഷ്ണന്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ പോലും അവർ പ്രാർത്ഥിക്കേണ്ടത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് വേണ്ടതെന്ന് പറയും ആചാര്യന്മാർ. പ്രഭുപാദനും അത് എടുത്തു പറയുന്നുണ്ട്.
നമ്മളൊരു പ്ലാറ്റ്ഫോമിലെത്തി മന്ത്രദീക്ഷ എടുത്ത് ഗുരുദീക്ഷ എടുത്തതിന് ശേഷം മാത്രമേ രാധാറാണിയുടെ ഫോട്ടോ നമുക്ക് വെക്കാനുള്ള രാധാകൃഷ്ണൻ സങ്കല്പം നമുക്ക് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. കാര്യം ഹരേ കൃഷ്ണ മഹാമന്ത്രമൊക്കെ നമ്മൾ നിരന്തരം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു യോഗ്യതയുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾ, അതുകൊണ്ടാണ് പണ്ടുള്ള സാധാരണ വീടുകളിൽ രാധാകൃഷ്ണ ഫോട്ടോ ഒന്നും കാണാത്തത്, ലക്ഷ്മി നാരായണ ഫോട്ടോയോ. ജയപ്രകാശ് പ്രഭു ഏകദേശം ഒരു വിശ്വാസം ഉണ്ടാവും. അല്ല, അതിനു മുമ്പേ ഒരു കഥ കേട്ടു. വിന്ധ്യ പർവ്വതത്തിന്റെ പുത്രിമാരായിട്ടാണ് ചന്ദ്രാദേവിയും രാധയും ജനിച്ചത്. ഇതാണ് അതിന്റെ എടുത്തു കൊണ്ടുപോകുമ്പോഴാണ് ഈ താമരയിലേക്ക് വീഴുന്നത്. കൺഫ്യൂഷൻ. എന്തായാലും പുരാതനമായിട്ട് ഒരു ക്ഷേത്രങ്ങളും ഇല്ല എന്നുള്ള ഷുവറാണ്. അതെ അതെ. അപ്പം ഈ പറഞ്ഞ ജയപ്രകാശ് പ്രഭു പറഞ്ഞ ആദ്യ വിന്ധ്യാപർവ്വതം. അതെ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പിന്നെ കീർത്തിയിൽ ജനിക്കുന്നുള്ളതാണ് ഗർഗഭാഗവതം പറയുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെയാണ്. ഒരു മിനിറ്റ്, നമുക്ക് രാധാറാണിയുടെ 16 നാമവും ജപിക്കാം. ഒബ്ജക്ഷൻ യുവർ ഓണർ. രാജീവ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. എന്താ പറയാ? ഞാൻ കേട്ടില്ല. ഇടയ്ക്ക് ഹെഡ്ഫോൺ ഊരി വെച്ചിട്ട് പോയി. പറഞ്ഞോളൂ പ്രഭു. പറയൂ. എങ്കിലും രാധാറാണിയെ പറ്റിട്ട് എന്താ പറയാ? പറഞ്ഞോളൂ. ഭഗവാന്റെ ഒരു അംശം തന്നെയാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. മറ്റേ നമ്മൾ ഇന്ന് സംസാരിച്ചതിനെ പറ്റി ആവിർഭാവം അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ജയപ്രകാശ് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ അതിനെ പറ്റിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാലും ഒന്നുകൂടെ രാജീവ് പ്രഭു മാതാജി നന്നായി ശ്ലോകം ചൊല്ലിട്ടോ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. ഞാനിത് ഇവിടെ ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ഗർഗഭാഗവത്തിലും പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, എങ്ങനെയാണ് അതിന്റെ വരുന്നത് എന്നുള്ളത്. ഇപ്പം വരുന്നത് ശൗനകാദി മഹർഷികളും ബാഹുലേശ മഹാരാജാവും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പം നാരദ മഹർഷി ഇതിനെ കുറിച്ച് നാരദ മഹർഷി പിന്നെയും ചോദിക്കുകയാണ്. നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് ബാഹുലേശ മഹാരാജാവ്, പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പാടിയിൽ അവതരിച്ച് പിന്നീട് എന്തെല്ലാം ലീലകളാടി അതൊക്കെ ചോദിക്കുകയാണ്. അപ്പം ശ്രീകൃഷ്ണ ഭക്തനായ നിമി ചക്രവർത്തിയുടെ കുലത്തിലാണ് അങ്ങും ജനിച്ചത്. ഇപ്പോൾ ഞാൻ രാധാജന്മ വൃത്താന്തം അങ്ങയെ കേൾപ്പിക്കാം എന്ന് ബഹുലാശ മഹാരാജാവിനോട് നാരദ മഹർഷി പറയുന്ന കഥയാണ്. അപ്പം ബഹുലാശ മഹാരാജാവ് നിമി ചക്രവർത്തിയുടെ കുലത്തിലാണ് ജനിച്ചത്. അപ്പം വിഷഭാനുവിന്റെ പത്നിയായ കീർത്തിയിൽ രാധ പരാശക്തി ആവേശിച്ചപ്പോൾ അവൾ ഗർഭവതിയായി. ഗർഭം തികഞ്ഞ് കീർത്തി രാധയെ പ്രസവിച്ചു. അതിമനോഹരിയായ പുത്രിയുടെ മുഖം കണ്ട് വിഷഭാനുവും കീർത്തിയും ആനന്ദിച്ചു. വിഷഭാനു 2 ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പരാശക്തിയായ രാധാദേവി തന്റെ പുത്രിയെ ജനിക്കാൻ വിഷഭാനു ആർജിച്ച പുണ്യാതിരേകം അത് അങ്ങ് കേൾക്കാൻ പറയും. മുൻജന്മത്തിൽ നൃഗപുത്രനായ സുചന്ദ്രൻ എന്ന ചക്രവർത്തിയായിരുന്നു വിഷഭാനു. പിതൃക്കളുടെ മാനസപുത്രിയായ കലാവതിയെയാണ് വിഷ്ണുവംശമായ സുചന്ദ്രൻ വിവാഹം കഴിച്ചത്. മറ്റ് 2 പുത്രിമാരിൽ മേനകയെ ഹിമവാനും രത്നമാലയെ ജനക മഹാരാജാവുമാണ് വിവാഹം ചെയ്തത്. രത്നമാലയിൽ സീതയും മേനകയിൽ പാർവതിയും ജനിച്ചുവെന്നാണ് പറയുന്നത്. സുചന്ദ്രനും കലാവതിയും ഗോമതി തീരത്ത് നിന്ന് 12 വർഷം കഠിനമായ തപസ് ചെയ്തു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഇംഗിതം ആരാഞ്ഞു. സുചന്ദ്രൻ മോക്ഷത്തിന് വേണ്ടി അപേക്ഷിച്ചു. ബ്രഹ്മാവ് വരം കൊടുക്കാൻ തയ്യാറായപ്പോൾ കലാവതി കുണ്ഠിതത്തോടെ പറഞ്ഞു, സ്ത്രീകൾക്ക് ഭർത്താവാണ് പ്രത്യക്ഷ ദൈവം. അദ്ദേഹത്തിന് മോക്ഷം കൊടുത്താൽ എൻ്റെ ഗതി എന്താകും? അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമില്ല. അദ്ദേഹത്തിന് വരം നൽകിയാൽ ഞാൻ അങ്ങയെ ശപിക്കും. ബ്രഹ്മാവ് അവസാനം അവതാളത്തിലായി. ബ്രഹ്മദൈവം പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒരുമിച്ച് കുറെ കാലം സ്വർഗസുഖം അനുഭവിച്ചു വാഴുക. ദ്വാപര യുഗ അവസാനത്തിൽ ഗംഗാ യമുന മധ്യത്തിൽ ഒരിടത്ത് നിങ്ങൾ മനുഷ്യരായി ജനിക്കും.
പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാധാദേവി നിങ്ങളുടെ പുത്രിയായി ജനിക്കും. അവളിൽ നിന്നും നിങ്ങൾ മോക്ഷം നേടും. ഇങ്ങനെ സത്യവചസ്സായ ബ്രഹ്മദേവനിൽ നിന്നും വരം സമ്പാദിച്ച് ആ ദേവതകൾ സ്വർഗം പ്രാപിച്ചു. പിന്നീട് കലാവതി കന്യാകുബ്ജത്തിലെ രാജാവായ ഭരന്തരന്റെ മകളായി യജ്ഞകുണ്ടത്തിൽ നിന്നും ജനിച്ചു. സുചന്ദ്രൻ സുരഭാനുവിന്റെ മകനായി ഗോപകുലത്തിൽ വിഷഭാനുവായും ജന്മമെടുത്തു. അങ്ങനെ പിന്നെ നന്ദഗോപരാണ് ഇവരുടെ വിവാഹമൊക്കെ കഴിപ്പിക്കുന്നത്. ഇതാണ് ഗർഗഭാഗവത്തിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലും പറയുന്ന ഒരു ഭാഗം. ഹരേ കൃഷ്ണ. സുശിമ്രു, ഹരേ കൃഷ്ണ, പറയൂ. ഞാൻ കേട്ടിട്ടുള്ളത് രാധാറാണി ആയിട്ടുള്ള ഭഗവാന്റെ റിലേഷൻ പരഖീയം ആണ്, സ്വകീയമാണ് രുക്മിണി ദേവിയായിട്ടുള്ള റിലേഷൻ. ഈ പരകീയമായ റിലേഷൻ കൂടെ ഭഗവാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി, അതാണ് ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള റിലേഷൻ. അത് ഭൂമിയിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു റോളിലൂടെ. അതാണ് ഈ പ്രേമം എന്ന് പറയുന്ന റിലേഷൻ. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. സോ പ്രേമം, അതായത് എൻഗേജ്മെന്റ് 8 കല്യാണം വരെ ഉള്ള കാലഘട്ടമാണല്ലോ ഏറ്റവും നല്ല കാലഘട്ടം. കല്യാണത്തിന് ശേഷമുള്ളതാണെങ്കിൽ എനിക്കറിഞ്ഞൂടെ, അങ്ങനെയാണ് രാജശേഷി പ്രഭു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും നേരെ മനസ്സിലാവും. പ്രേമത്തിലിരിക്കുന്ന അവസ്ഥ, കല്യാണം കഴിച്ചതിന് ശേഷമുള്ള അവസ്ഥ, ഇതാണ് ഈ 2 റിലേഷൻ, പരകീയവും സ്വകീയവും. ഇപ്പൊ രാധാറാണിയെ ദൂരെ വെച്ചു, രുക്മിണി ദേവിയെ സ്വന്തമാക്കി. രണ്ടും 2 റിലേഷനാണ്. എല്ലാ റിലേഷൻസിനും അതിൻ്റെതായ ഒരു ഡയമെൻഷൻ ഉണ്ട്. ഹയസ്റ്റ് എന്താ പറയാ ഇംഗ്ലീഷ്, ആഹ്ലാദം ഉണ്ടാക്കുന്ന റിലേഷനാണ് രാധാറാണിയുമായിട്ടുള്ള റിലേഷൻ. അതുകൊണ്ടാണ് രാധാറാണി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്. രാധാറാണിയെ ഭഗവാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല. സോ ദാറ്റ് റിലേഷൻ ആണ് ഏറ്റവും എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് റിലേഷൻ. അപ്പൊ എല്ലാ റിലേഷൻസും ഭഗവാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റോള് കൊണ്ടുവന്നത്. രാധാറാണി ഭഗവാന്റെ പൊട്ടൻസി, ഐ മീൻ അത് അങ്ങനെയാണല്ലോ. അത് ഈ ആ റിലേഷൻ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിന്റെ ഒരു പവർ. സോ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ രാധാറാണീസ് വേർഷൻ ഓഫ് ക്യാരക്ടർ. പക്ഷെ ഭാഗവതം എന്തുകൊണ്ടോ അത് ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച്, രാധാറാണിയെ കുറിച്ചേ പറയുന്നില്ല. ദാറ്റ് ഈസ് സർപ്രൈസിങ്. അത് ഗർഗ സംഹിതയിലാണ് പറയുന്നത് കൂടുതൽ, എല്ലാ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയും. പക്ഷെ ഭാഗവതം പറയുന്നില്ല. അതും ഒരു അതിശയകരമാണ്. എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് എനിക്കറിയില്ല, പക്ഷെ അതില്ല എവിടെയും, അങ്ങനെ പറയുന്നതേ ഇല്ല. ഗീത ഗോവിന്ദത്തിലാണ് ജയദേവ് ഗോസ്വാമി ടെൽസ് അബൌട്ട് രാധാദേവി ഫസ്റ്റ് ടൈം. ഗർഗസംഹിതയിൽ ഒരുപാട് പറയുന്നുണ്ട്. ഗർഗസംഹിതയിൽ വിവാഹം ഇവർ തങ്ങളിലുള്ളതും പറയുന്നുണ്ട്. ഒരുപാട് ഡിഫറെന്റ് ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ റിലേഷനെ കുറിച്ചൊക്കെ പറയുന്നത്. ഏതോ ഒരു യാത്രയിൽ ആ വിവാഹം നടന്ന സ്ഥലത്ത് ജയസാക്ഷി അല്ലേ? അത് ഉണ്ട് അങ്ങനെ, പക്ഷേ അത് ഗർഗസംഹിതയിലാണ്, ഭാഗവതത്തിലല്ല. ഇതിനകത്ത് നമ്മൾ കേട്ടത് ശിശുംപ്രഭു, ഞാനിത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സാധാരണക്കാർക്ക് രാധാറാണിയെ പേര് പോലും പറയാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഭാഗവതത്തിൽ വ്യാസമഹർഷി രാധാറാണിയെ ഡയറക്റ്റ് പറയാൻ ചെയ്യുന്നതാണ് പറഞ്ഞു തന്നത്. മോസ്റ്റ് കോൺഫിഡൻഷ്യൽ ആണ്. ഹ്ലാദിനി ശക്തി എന്നും ശിശുംപ്രഭു പറഞ്ഞതിന്റെ ബാക്കി സന്തോഷം, ഹ്ലാദിനി ശക്തി ആണ് ഭഗവാന്റെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഗർഗഭാഗവതം ഒരുപാട് പേര് വായിക്കുന്നതുമില്ല. അപ്പം ഇതൊക്കെ ഒരു ഗൂഢമായ കാര്യങ്ങളാണ്. എത്ര പേര് ഗർഗഭാഗവതം വായിക്കുന്നുണ്ട്? വളരെ കൊച്ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പം അതിനൊരു കണക്കുണ്ട്. നമ്മൾ വായിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കണക്കുണ്ട്. ആ ഗൂഢത ഉണ്ടായത് കൊണ്ടായിരിക്കാം. അപ്പം പിന്നെ രാധാറാണിയെ പറ്റി കൂടുതൽ പറയുന്നത് ഗർഗഭാഗവതത്തിലാണ്. ഹരേ കൃഷ്ണ പ്രഭു. ശിശുംപ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഭഗവത്ഗീതയുടെ അടുത്ത ചാപ്റ്റർ വായിച്ചില്ല.
പിന്നെ അതുപോലെ ഞാൻ ലാസ്റ്റ് തവണ ക്വസ്റ്റ്യൻ തന്നില്ല. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ തരാം. എൻ്റെ കുഴപ്പമാണ്, ഞാൻ കുറേ കുഴപ്പം ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. എവിടെ വരെ പറഞ്ഞെന്നും അറിയാൻ വയ്യ. നമ്മൾ പറഞ്ഞു നിർത്തിയത് വാട്ട് ക്വാളിഫിക്കേഷൻസ് ആർ റിക്വയർഡ് ബിഗിനിങ് പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് അല്ല, ബേഡ് ഇറ്റ് കൃഷ്ണ പെർഫോം പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ഇല്ലേ, അതാ പറഞ്ഞു നിർത്തിയത്. ഭഗവാൻ എന്തുകൊണ്ട് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി ചെയ്തു? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിഫിക്കേഷൻസ് ആർ റിക്വയർഡ് ടു ഫോർ ബിഗിനിങ് പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഭക്തിയുത സേവനത്തിൽ തുടങ്ങാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്? ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം. ഭക്തിയുത സേവനത്തിന് എന്ത് യോഗ്യതയാണ് നമുക്ക് വേണ്ടത്? ആരാ ഉത്തരം എഴുതി വെക്കേണ്ടത്? ഉത്തരം സുരേഷ് ഗോപി പ്രഭുവാന്ന് തോന്നുന്നു അടുത്ത ഉത്തരം പറഞ്ഞത്. അമൃതമാതാജി ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശിവമാതാജിയും പറഞ്ഞു അല്ലേ? ഇനി ആരാ? ആമി പറഞ്ഞോ? പറഞ്ഞില്ല. ഉത്തരം ആമി പറയട്ടെ, വായിച്ചു വെക്ക്. What are the qualifications? ഇംഗ്ലീഷിൽ പറയണം അല്ലേ? വാട്ട് ക്വാളിഫിക്കേഷൻസ് ആർ റിക്വയർഡ് ഫോർ ബിഗിനിങ് പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. കൃഷ്ണാവബോധത്തിലേക്കായി നമുക്ക് ബേസിക്കലി എന്ത് യോഗ്യതയാണ് വേണ്ടത്? 3-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ വിവർത്തനത്തിലോ ഭാവാർത്ഥത്തിലോ അതിനെക്കുറിച്ച് എൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കുളു തന്നില്ലേ? ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ആഴ്ച ഭഗവാനെ കുറിച്ച് ആർക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? കുട്ടികളുടെ കാര്യമാണ് ചോദിച്ചത്. എക്സാം എല്ലാം കഴിയും. നന്ദന പറഞ്ഞിരുന്നു അല്ലേ? കീർത്തനയും പറഞ്ഞിരുന്നോ? ഇനി ആരാ പറയാനുള്ളത്? അഭിരാമി ഉത്തരം പറയും. വിസ്മയ പറയണം ഭഗവാനെ കുറിച്ചൊരു കഥ. ഓക്കെ, പ്രഭു എന്താ മേലോട്ട് നോക്കി ചിരിക്കുന്നേ? വിപിൻ പ്രഭു മേലോട്ട് നോക്കി ചിരിക്കുന്നു. പ്രഭുവിനെ സഹായിക്കുന്നത് വിസ്മയാണ്. പിന്നെന്താ? ഇന്ന് വേറൊരു പ്രാർത്ഥന കൂടെ. വിപിൻ പ്രഭു ഇച്ചിരി അത്യാവശ്യമായിട്ട് പേടിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു. ഒന്നും ഉണ്ടാവല്ലേ, കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാം. അതുപോലെ ഇതിനകത്ത് ഇരുന്ന ആശമാതാജി വരുന്നു, ഡൽഹിയിൽ നിന്ന് വരുന്നു. അവരുടെ മകനൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഭഗവത്ഗീത വായിക്കുന്നുണ്ടോ? വിപിൻ പ്രഭുവിന് എന്ത് പറ്റി? പറയൂ. അത്